കണ്ണൂർ ജില്ലാ സെക്രട്ടറി CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞ കാര്യം തെറ്റായ ഒരു കാര്യവും പാർട്ടിക്കുള്ളിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഉള്ള നടപടികൾ ഉണ്ടാകുമെന്ന് KK രാഗേഷ് പറയുന്നു. KK രാഗേഷിന്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, തെളിവ് ഹാജരാക്കാൻ വേണ്ടി തനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് കമ്മീഷൻ്റെ നിഗമനങ്ങളെ അംഗീകരിക്കുന്നു പറഞ്ഞല്ലോ. എന്താ കമ്മീഷൻ്റെ നിഗമനങ്ങൾ? കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനം തെറ്റായ കാര്യം, അയഥാർത്ഥമായ കാര്യം പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിക്കുക മാത്രമല്ല, പാർട്ടി കമ്മിറ്റിയിൽ എന്ത് കാര്യങ്ങളും സാധാരണ നിലയിൽ ഉന്നയിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഉന്നയിക്കുക മാത്രമല്ല, ഉന്നയിച്ച കാര്യം പിന്നീട് വാർത്തയായി പുറത്തു വരിക, ഇതാണല്ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത്. അപ്പോൾ അക്കാര്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത തെറ്റ് അംഗീകരിക്കും, പിന്നെ അതിനേക്കാൾ അപ്പുറം വേറെന്താ വേണ്ടത്? അപ്പോൾ കമ്മീഷൻ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഉന്നയിച്ച ആക്ഷേപം സംബന്ധിച്ച് എന്തെങ്കിലും തെളിവ് ഹാജരാക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പാർട്ടിയുടേതായ രീതിയിൽ തെറ്റായ ഒരു കാര്യവും പാർട്ടിക്കകത്ത് വെച്ച് പൊറുപ്പിക്കില്ല, അതിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും കണ്ണൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി M സന്തോഷ് കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. സന്തോഷ്, ഒന്ന്, ഈ ഇതിലെ ഉദ്ദേശശുദ്ധി വ്യക്തമാണ്. കാരണം ഈ പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ, നടപടിയെടുത്ത കാര്യങ്ങൾ ഒക്കെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിലെല്ലാം കൃത്യതയുണ്ട്. പക്ഷേ മറുവശത്ത് കുഞ്ഞികൃഷ്ണൻ്റെ കാര്യത്തിൽ ഉദ്ദേശശുദ്ധി വ്യക്തമല്ല. കാരണം BJP അധ്യക്ഷൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലിൽ പോയി അഭിമുഖം കൊടുക്കുകയാണ്. അദ്ദേഹം കൂടി ഭാഗഭാക്കായ പാർട്ടിയുടെ നടപടികളും ചർച്ചകളും ഒക്കെയായ കാര്യങ്ങളിൽ ഇത് അദ്ദേഹം കൂടിയുള്ള ഈ കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടി അവതരിപ്പിക്കുന്ന കമ്മിറ്റികളിലുള്ള ആൾ കൂടിയാണ്, അത് ചർച്ച ചെയ്ത ആൾ കൂടിയാണ്. അയാൾക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ ഇതൊക്കെ വ്യക്തമാണ്. എന്തൊക്കെയാണ് സംഘടനാപരമായി ഇനി മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെ സൂചനകളാണ് അവരുടെ പാർട്ടി സെക്രട്ടറി നൽകുന്നത്? സന്തോഷ്, ഈ കാര്യത്തിൽ, അതായത് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ MV ജയരാജനും മുൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഈ വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് MV ജയരാജനായിരുന്നു ജില്ലാ സെക്രട്ടറി. അതിനുശേഷം ഇപ്പോഴുള്ള ജില്ലാ സെക്രട്ടറി KK രാഗേഷും നടത്തിയിട്ടുള്ള വിശദീകരണങ്ങൾ അത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി അംഗങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കും വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഇന്നലെ ഉണ്ടായ സംഭവം ഇത് വളരെ സാധാരണഗതിയിൽ ഈ മാധ്യമങ്ങളിലൊക്കെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ യാദൃശ്ചികമായി ബൈറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇത് ഇന്നലെ നടന്നിട്ടുള്ള ഈ അഭിമുഖം അത് വളരെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കത്തോടു കൂടി നടത്തിയിട്ടുള്ള ഒരു അഭിമുഖമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ, തിരഞ്ഞെടുപ്പ് ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായിട്ടുള്ള അഭിമുഖം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ നടത്തിയത്. അത് കൃത്യമായിട്ടുള്ള ഒരു പാർട്ടി വിരുദ്ധ നടപടിയാണ് എന്നുള്ളത് തന്നെയാണ് CPIM വിലയിരുത്തുന്നത്. കാരണം ഈ ഒരു വിഷയം ഉണ്ടാകുന്നത് 2021 ഇതുമായി തീർച്ചയായും സന്തോഷം സൂചിപ്പിച്ചത് വളരെ ശരിയായ കാര്യമാണ്. കാരണം സാധാരണഗതിയിലുള്ള ഒരു അഭിമുഖത്തിന്റെ സ്വഭാവമോ രീതിയോ ഒന്നും ആയിരുന്നില്ല അതിന്. ഒന്ന്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്നത് ഒരു BJP അധ്യക്ഷന്റെ ഉടമസ്ഥയിലുള്ള ചാനലിലാണ് ആദ്യം വി കുഞ്ഞികൃഷ്ണൻ അഭിമുഖം നൽകുന്നത്. ഇനി നമ്മൾ എത്രയോ അഭിമുഖം കണ്ടിരിക്കുന്നു. ഇത് റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് കുഞ്ഞികൃഷ്ണൻ നടന്ന് സ്റ്റുഡിയോയിലേക്ക് കയറുന്നത്, ഇരിക്കുന്നത്, ഇറങ്ങിപ്പോകുന്നത്, സംസാരിക്കുന്നത്, ഇങ്ങനെ അതിന് വലിയ ആഘോഷമാക്കിയാണ് ആ ചാനലും അവതരിപ്പിച്ചത്. അതാണ് നേരത്തെ സന്തോഷ് പറഞ്ഞ അതിലെ ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഫോറൻസിക് എലമെൻറ്റുകൾ, അല്ലേ സന്തോഷ്? തീർച്ചയായും അത് തന്നെയാണ്. അത് പയ്യന്നൂരിലെ ഉൾപ്പെടെ പാർട്ടി പ്രവർത്തകർക്ക് നേരത്തെ ചില ഘട്ടങ്ങളിലെല്ലാം ഈ കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചവർക്ക് പോലും ഈ ഒരു സംഭവത്തോടുകൂടി ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ള ഒരു ദുഷ്ടലാക്ക് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഉൾപ്പെടെ പയ്യന്നൂരിൽ നിന്നെല്ലാമുള്ള ഈ കുഞ്ഞികൃഷ്ണനെതിരെയുള്ള പല പോസ്റ്ററുകളെല്ലാം പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. എന്തൊക്കെയായിരുന്നു കുഞ്ഞികൃഷ്ണനെതിരെയുള്ള പോസ്റ്ററുകൾ? ഈ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ ഒറ്റുകൊടുക്കുകയാണ്, അതുകൊണ്ട് അതിനെ രക്തസാക്ഷികളെ വഞ്ചിക്കുന്ന ആളുകൾക്ക് മാപ്പില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി പ്രവർത്തകർ അവിടെ പരസ്യമായും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. കാരണം അത് കൃത്യമായും പാർട്ടി പ്രവർത്തകർക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, CPIM പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ സംഘടനാപരമായ നടപടിക്രമങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നാൽ ഒരു തരത്തിലും അത് മൂടിവെക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റവാളിയെ അല്ലെങ്കിൽ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ
രീതിയല്ല CPIM-നുള്ളത്. ഈ കാര്യത്തിൽ തന്നെ 2021 ആദ്യം ഈ ആക്ഷേപം ഉയർന്നു വന്ന സമയത്ത് തന്നെ അന്ന് ആദ്യം ഏരിയ കമ്മിറ്റി ഒരു കമ്മീഷനെ നിയോഗിക്കുകയും വളരെ കൃത്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്തു. ഈ ഒരു കമ്മിറ്റികളിലെല്ലാം വി കുഞ്ഞികൃഷ്ണൻ കൂടി അംഗമായിരുന്നു. ആ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ള നിഗമനങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഈ ധനാപഹരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്താണ് അത് പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ ഈ പരാതി എത്തി ജില്ലാ കമ്മിറ്റിയും അന്ന് TV രാജേഷും PV ഗോപിനാഥും ഉൾപ്പെടുന്ന കമ്മീഷൻ വളരെ വിശദമായി തന്നെ ഈ ആരോപണങ്ങൾ അന്വേഷിച്ചു. അന്ന് കണ്ടെത്തിയിട്ടുള്ള നിഗമനം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അവിടെ വ്യക്തിപരമായിട്ടുള്ള ഈ കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്നത് പോലെ TI മധുസൂദനൻ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു വ്യക്തികളും അവിടെ വ്യക്തിപരമായിട്ടുള്ള ധനാപഹരണം നടത്തിയതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. വളരെ കൃത്യമായ കണക്കുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, അതോടൊപ്പം തന്നെ റെസീറ്റുകൾ എല്ലാം വളരെ എല്ലാം കൃത്യമാണ്. കൃത്യമായി പിരിവ് ഒരു തരത്തിൽ ഒരു പൈസയും പോയിട്ടില്ല. പക്ഷേ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വന്ന ഇപ്പോൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു തിരക്കോ മറ്റു കാര്യങ്ങളോ കൊണ്ടായിരിക്കാം. അത് നാളെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വന്ന ഒരു കാലതാമസം, അങ്ങനെ വന്ന ഒരു സാങ്കേതികത്വമായ ചില പിഴവുകൾ, അതിനാണ് നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എടുത്തിട്ടുള്ളത്. അത് വ്യക്തമാണ്. അങ്ങനെ ഒരു കമ്മീഷന് വെക്കുന്നു, അത് അന്വേഷിക്കുന്നു, അതൊക്കെ ബോധ്യമാകുന്നു. ഇവിടെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പേരിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കോടികൾ പിരിച്ച് മുക്കിയ യൂത്ത് കോൺഗ്രസും ഇപ്പോഴും അതേ സംബന്ധിച്ചൊരു വ്യക്തത വരുത്താത്ത കാലത്താണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്ര കൃത്യമായി നടന്നൊരു പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിയ ഒരു സംവിധാനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. സന്തോഷ് അല്ലേ? അത് തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഈ ഒരു സംഘടനാ രീതി അനുസരിച്ച് ഈ കമ്മീഷൻ കണ്ടെത്തുന്ന കാര്യങ്ങൾ അത് പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് സജീവമായി ചർച്ച ചെയ്ത് അതിനുശേഷമാണ് പാർട്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് ചെറിയ തെറ്റുകൾ പോലും പൊറുക്കുന്ന ഒരു സ്വഭാവം CPM-നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ കമ്മീഷൻ തീർച്ചയായും അതൊക്കെ വ്യക്തമാണ്. ഇതിലൊക്കെ ആ വിശദീകരണങ്ങളിലൊക്കെ വ്യക്തമായ മറുപടി തന്നെയാണ് അവരുടെ പാർട്ടി നൽകുന്നത്. എന്തായിരുന്നാലും സന്തോഷ് ഷീജ ആണ് വിവരങ്ങൾ സമഗ്രമായി നൽകിയത്.